കേരളത്തിലെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തെയും വ്യവസായ പ്രമുഖരെയും ഒരുപോലെ നിഴലിലാക്കിയ ഒന്നാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ്. കേരള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾക്ക് കേരള ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിൽ നിന്നും വലിയ നിയമസാധുതയാണ് ലഭിച്ചിരിക്കുന്നത്. ED അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് CMRL സമർപ്പിച്ച അപ്പീൽ ഹർജി കോടതി തള്ളിയതോടെ കേന്ദ്ര ഏജൻസി തങ്ങളുടെ അന്വേഷണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എതിർകക്ഷികൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അതീവ കരുതലോടെയും പഴുതടച്ചും നീങ്ങാനാണ് ED തീരുമാനം. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്കായി എക്സാലോജിക് സൊല്യൂഷൻസ് വൻതുക കൈപ്പറ്റി എന്ന ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലിലൂടെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കമായത്. ഇതിന് പിന്നാലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും തുടർന്ന് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ അന്വേഷണം ആരംഭിച്ചു. തങ്ങൾക്കെതിരെയുള്ള ED അന്വേഷണം നിയമവിരുദ്ധമാണെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് CMRL അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷണൽ ബെഞ്ചും EDക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ വിധി EDയെ സംബന്ധിച്ച് കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള വലിയൊരു നിയമപരമായ കോട്ടയായി മാറിയിരിക്കുന്നു. ഹൈക്കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ED ഡയറക്ടർ രാഹുൽ നവീന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ അതീവ പ്രാധാന്യമുള്ളൊരു പ്രത്യേക അവലോകന യോഗവും ചേരുകയുണ്ടായി. അന്വേഷണ പുരോഗതി നേരിട്ട് വിലയിരുത്താനാണ് ഡയറക്ടർ കൊച്ചിയിലെത്തിയത്. ഇതുവരെ നടത്തിയ റെയ്ഡുകളിൽ നിന്നും ചോദ്യം ചെയ്യലുകളിൽ നിന്നും ലഭിച്ച ഡിജിറ്റൽ രേഖാമൂലമുള്ള തെളിവുകൾ യോഗത്തിൽ വിശദമായി പരിശോധിച്ചു. ശേഖരിച്ച വിവരങ്ങളിൽ ഡയറക്ടർ തൃപ്തി രേഖപ്പെടുത്തിയതായാണ് വിവരം. സുപ്രീം കോടതിയിൽ നിന്നും ഈ ഘട്ടത്തിൽ യാതൊരുവിധ സ്റ്റേ ഉത്തരവുകളും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും ബാക്കി അന്വേഷണ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാനും അന്വേഷണ സംഘത്തിന് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകി. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിലേക്ക് ED കടക്കുകയാണ്. ഇതിനായി അവർക്ക് കൊച്ചി ഓഫീസിൽ ഹാജരാകാനുള്ള ഔദ്യോഗിക നോട്ടീസ് ഉടൻ തന്നെ നൽകും. നേരത്തെ വീണയുമായും CMRLുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ബംഗളൂരുവിലുമായി ഏകദേശം 12ഓളം തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ED വ്യാപകമായ റെയ്ഡുകളും നടത്തിയിരുന്നു. അന്ന് പരിശോധനയുടെ ഭാഗമായി ED ഉദ്യോഗസ്ഥർ ചില പ്രാഥമിക ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും വ്യക്തമായ മറുപടികളൊന്നും ലഭിച്ചില്ല എന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്തവണ റെയ്ഡുകളിൽ നിന്നും മറ്റും അക്കൗണ്ടുകളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ മുന്നിൽ വെച്ച് കൃത്യമായി മറുപടി വാങ്ങാനാണ് EDയുടെ പദ്ധതി. വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ 2 പ്രധാന നീക്കങ്ങളാണ് ED നടത്തുന്നത്. വിവിധ ബാങ്കുകളിലുള്ള വീണയുടെ ലോക്കറുകൾ തുറന്നു പരിശോധിക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ സാമ്പത്തിക രേഖകളോ മറ്റു നിർണായക തെളിവുകളോ കണ്ടെത്താനാകുമെന്നാണ് ഏജൻസി കരുതുന്നത്. വീണ വിജയന് വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ അല്ലെങ്കിൽ വിദേശ കമ്പനികൾ വഴിയോ എന്തെങ്കിലും പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും കേന്ദ്ര ഏജൻസി വിശദമായ അന്വേഷണം നടത്തുന്നുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കുന്നതിലൂടെ പണത്തിന്റെ യഥാർത്ഥ ഉറവിടം വ്യക്തമാക്കുമെന്ന് ED കരുതുന്നു. ഈ കേസിൽ ആകെ 132 കോടിയോളം രൂപയുടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. CMRL കമ്പനിയുടെ വിവിധ അക്കൗണ്ടുകൾ വഴിയും മറ്റു ഉപകമ്പനികൾ വഴിയും വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ED ഇതിനോടകം തന്നെ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്. വിവിധ ബാങ്കുകളിലെ 242ഓളം അക്കൗണ്ടുകളിലായി ഏകദേശം 18 കോടിയോളം രൂപ ED ഇതിനോടകം മരവിപ്പിച്ചു കഴിഞ്ഞു. ഈ മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ ഒന്ന് വീണ വിജയനുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്നാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സാധാരണയായി കള്ളപ്പണ കേസുകളിൽ പണം കൈപ്പറ്റിയ വ്യക്തി അത് എന്തിനുവേണ്ടി ഉപയോഗിച്ചു എന്നത് തെളിയിക്കേണ്ടത് നിയമപരമായി അത്യാവശ്യമാണ്. ഈ കേസിൽ ED പ്രധാനമായും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിരവധി കാര്യങ്ങളിലാണ്. എക്സാലോജിക് കമ്പനി CMRLന് നൽകിയെന്ന് പറയുന്ന IT കൺസൾട്ടൻസി സേവനങ്ങൾ യഥാർത്ഥത്തിൽ നൽകിയിട്ടുണ്ടോ, അതോ വെറും വ്യാജ കരാറുകൾ ഉണ്ടാക്കി പണം കൈമാറിയിരുന്നു? CMRLൽ നിന്നും കൈപ്പറ്റിയ വൻതുക വീണ എന്തിനാണ് ഉപയോഗിച്ചത്? അത് എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചത് അല്ലെങ്കിൽ വിനിയോഗിച്ചത്? ഈ 132 കോടിയുടെ കള്ളപ്പണ ഇടപാടിൽ നിന്നും വീണ വിജയന് പുറമെ പണം കൈപ്പറ്റിയ മറ്റു ഉന്നത വ്യക്തികൾ ആരൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നതിനായി CMRLുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളെയും വരും ദിവസങ്ങളിൽ കൊച്ചിയിലേക്ക് വിളിപ്പിക്കും. ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിപക്ഷമായ CPMനെയും മുൻ മുഖ്യമന്ത്രിയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഭരണപക്ഷം ഈ വിഷയത്തെ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കും. അതേസമയം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനുള്ള BJP സർക്കാരിന്റെ ശ്രമമാണിതെന്ന ആരോപണവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. എന്നിരുന്നാലും നിയമപരമായി മുന്നോട്ട് പോകാനാണ് EDയുടെ തീരുമാനം. ഹൈക്കോടതി വിധിക്കെതിരെ CMRLോ അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ട മറ്റു വ്യക്തികളോ സുപ്രീം കോടതിയെ സമീപിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ
കാവീറ്റ് ഫയൽ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി കടന്നേക്കാം. തങ്ങളുടെ ഭാഗം കേൾക്കാതെ സുപ്രീം കോടതിയിൽ നിന്നും ഏകപക്ഷീയമായി സ്റ്റേ ഉണ്ടാകാതിരിക്കാൻ ഇ ഡി അതീവ ജാഗ്രത പുലർത്തുന്നു. ഹൈക്കോടതി വിധി ഇ ഡിക്ക് കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതോടെയും ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നതോടെയും കേസിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത്. സാമ്പത്തിക അഴിമതികളുടെയും കള്ളപ്പണ ഇടപാടുകളുടെയും യഥാർത്ഥ വശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഇ ഡിയുടെ ഈ പഴുതടച്ചുള്ള നീക്കങ്ങൾക്ക് സാധിക്കുമോ എന്ന് നിയമലോകവും കേരള സമൂഹവും ഉറ്റുനോക്കുകയാണ്.